ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قيل لكم تفصحوا في المجالس فافصحوا يفصح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. ഏറെ ബഹുമാനതരവുകൾ നിറഞ്ഞ ഇവിടെ സന്നിഹിതനായ ജാമിഅ നൂരിയ അറബി കോളേജിലെ സീനിയർ മുദരിസ് ഒന്നിരായ ളിയാഉദ്ദീൻ ഫൈസി, ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ് ഹാദിയായ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഭിമന്യരായ ആനമങ്ങാട് ഷറഫുദ്ദീൻ ഹുദവി, ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹാരിസ് ഹുദവി, ഒന്നരായ ജലീൽ ഹുദവി ബാലയിൽ, മറ്റു സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. സമീപകാലത്ത് നമ്മോട് വിട പറഞ്ഞ് സമസ്തകേരള ജംഇയ്യത്തുൽ ഉലമായുടെയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെയും നേതൃനിരയിലും നമ്മുടെ ഈ പെരിന്തൽമണ്ണ പ്രദേശത്തെ ദീനീ ദഅവത്തിനുമൊക്കെ നേതൃപരമായ പങ്കുവഹിച്ച നേതാക്കളെയും വിശിഷ്യ അവരിൽ പലരുടെയും വഫാത്തിന്റെ മാസമായ ആണ്ടുമാസമായ ഈ ജമാഅത്തുൽ ഉലമയിൽ അനുസ്മരിക്കുക എന്നത് പെരിന്തൽമണ്ണ ഹാദിയ ചാപ്റ്ററിന്റെ വർഷം തോറും നടത്തി വരാനുള്ള ഒരു അനുസ്മരണ പരിപാടിയാണ്. ഈ വർഷം അതിവിടെ വളരെ ഭംഗിയായി നമ്മുടെ ടൗൺ ഹാളിൽ അതിനെ തുടർന്നൊരു മജ്‌ലിസോടുകൂടി നടത്തപ്പെടുകയാണ്. അല്ലാഹു നമ്മുടെ സംരംഭങ്ങളെയും സംവിധാനങ്ങളെയും ഒക്കെ വിജയിപ്പിക്കുമാറാവട്ടെ. ഇവിടെ പറയപ്പെട്ട പോലെ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും ബാപ്പുട്ടി ഹാജി, ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ നമ്മുടെ പ്രാദേശികമായി പെരിന്തൽമണ്ണയിലും പരിസരത്തുമൊക്കെ ദീനീ ദഅവത്തിന് വലിയ ഊർജം നൽകിയിരുന്ന നാട്ടിക ഉസ്താദ്, മൊയ്തുട്ടി ഉസ്താദ്, ആനമങ്ങാട് അബ്ദുറഹ്മാൻ ഉസ്താദ് തുടങ്ങിയ എല്ലാവരെയും ഇവിടെ അനുസ്മരിക്കപ്പെടും. ഒന്നരായ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് ആ മഹാനുഭാവന്റെ ബറക്കത്തിന് വേണ്ടി ഏതാനും വാക്കുകൾ സംസാരിക്കുക മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൽമിലും തഖ്വയിലും നേതൃപാടവത്തിലും സമുദായത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി അതിനനുസരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദമായും സമൂഹം മുഴുവനും കേൾക്കുന്ന ശബ്ദമായുമായി തീർന്ന ഒന്നരായ ചെറുശ്ശേരി ഉസ്താദ് നീണ്ട 80 വർഷം 1937 മുതൽ 2016 വരെ കേരളത്തിന്റെ വൈജ്ഞാനിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വലിയൊരു പണ്ഡിതനാണ്. ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ആ വൈജ്ഞാനിക പരമ്പരക്ക് നമ്മുടെ പെരിന്തൽമണ്ണയുമായിട്ടും ഒരു ബന്ധമുണ്ട്. ചെറുശ്ശേരി ഉസ്താദിന്റെ പിതാവ് ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ പിതൃ സഹോദരൻ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒരു കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. കേരളത്തിലെ വിശ്രുതമായ വൈജ്ഞാനിക സൗധമായിരുന്ന വാഴക്കാട് ദാറുൽ ഉലൂമിന്റെ മുദരിസും പ്രിൻസിപ്പളുമൊക്കെയായിരുന്ന ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വൈജ്ഞാനിക പരമ്പര നമ്മുടെ ഈ പ്രദേശത്തുകാരനായ കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അലിയുത്തൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹത്തായ പണ്ഡിതനിലൂടെയാണ് പൊന്നാനി മഖ്ദൂമുമാരിലേക്ക് ആ പാണ്ഡിത്യത്തിന്റെ കണ്ണി ചേരുന്നത്. അലിയുത്തൂരി എന്ന മഹാനായ ഒരു പണ്ഡിതൻ നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നു. നമുക്കൊക്കെ സുപരിചിതരായ അരിപ്ര മൊയ്തീൻ ഹാജി, യൂസുഫുൽ ഫളുഫരി തുടങ്ങിയ മഹത്തായ പണ്ഡിതന്മാരുടെ ഗുരുവര്യർ അദ്ദേഹത്തെ അലിയുത്തൂരി എന്ന അദ്ദേഹം തന്നെ അതല്ലെങ്കിൽ സമകാലികരായ പണ്ഡിതന്മാർ തൂരി എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹം ജനിച്ചത് കൊളത്തൂരിലായിരുന്നു. കട്ടിലശ്ശേരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വീട്.
കട്ടിലശ്ശേരിയിൽ നിന്ന് ആ ഉമ്മയെ വിവാഹം കഴിച്ചത് കൊളത്തൂരിലേക്കായിരുന്നു. കൊളത്തൂരിലെ ജനിച്ച് വളരുന്നതിൻ്റെ ഇടയിൽ തൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ പിന്നെ മാതാവിൻ്റെ നാടായ പുഴക്കാട്ടേരി പഞ്ചായത്തിലെ കട്ടിലശ്ശേരിയിലേക്ക് താമസം മാറ്റി. അങ്ങനെ അദ്ദേഹം അലി എന്ന കട്ടിലശ്ശേരി ആലി മുസ്ലിയാരും നമ്മൾ അറിയുന്ന ആ മഹാനായ പണ്ഡിതൻ പൊന്നാനിയിലും വിവിധ ദർസുകളിലും പഠിച്ച് വലിയ പാണ്ഡിത്യത്തിനുടമയായി, ഹറമിൽ പോയി വരെ പഠിച്ച് വലിയ പാണ്ഡിത്യത്തിനുടമയായി. അദ്ദേഹത്തിന്റെ ഫത്വകളിലൊക്കെ എഴുതിയിരിക്കുന്നത് അലിയുത്തൂരി എന്നാണ്. കൊളത്തൂരിലേക്ക്, ആ തൂർ എന്നതിലേക്ക് നിസ്ബയായിട്ടാണ് ആ മഹാനായ പണ്ഡിതൻ. അപ്പൊ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വൈജ്ഞാനിക പരമ്പരക്ക് നമ്മുടെ ഈ പെരിന്തൽമണ്ണയുമായിട്ട് കൂടി ഒരു ചെറിയ ബന്ധമുണ്ടെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഓർത്തു പോവുകയാണ്. ദീർഘമായി ഉസ്താദിനെ അനുസ്മരിക്കാനുള്ള ഒരു സമയമോ സദസ്സോ ആ സമയത്തിന്റെ വ്യാപ്തിയോ ഇല്ലാത്തത് കൊണ്ട് ഉസ്താദിന്റെ ജീവിതത്തിലെ ശ്രദ്ധേയമായ അധ്യായങ്ങളിലൂടെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ശ്രദ്ധേയമായ അധ്യായങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈജ്ഞാനികതയോടുള്ള വലിയ ആഗ്രഹം. ചെറുശ്ശേരി ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അതാണ്. വിജ്ഞാനത്തോട് അറിവ് പഠിക്കുക, വീണ്ടും പഠിക്കുക, നിരന്തരമായിട്ട് മുതാലഅ ചെയ്യുക എന്നത് വന്യരായ ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതാവസാനം വരെ കൊണ്ടു നടന്നൊരു ശൈലിയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ആ വൈജ്ഞാനികതയോടുള്ള ആഗ്രഹം 8ാം ക്ലാസ് വരെ തൻ്റെ നാട്ടിൽ പിതാവിൽ നിന്നടക്കം വിദ്യ നുകർന്ന് 8ാം ക്ലാസിന്റെ ശേഷം വിദ്യ പഠിക്കാൻ, അറിവ് പഠിക്കാൻ, ഇൽമ പഠിക്കാൻ വേണ്ടി മഞ്ചേരിയിലെ ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ സമീപത്ത് പോയി. അങ്ങനെ വർഷങ്ങളോളം അവിടെ ദർസ് പഠനം നടത്തിയ ശേഷം തൻ്റെ സഹപാഠികളൊക്കെ ബാഖിയാത്തിലേക്ക്, അന്ന് ബാഖിയാത്തിലേക്കാണ് സനദിന് വേണ്ടി പോകാറുള്ളത്. ബാഖിയാത്തിൽ 2 വർഷം പഠിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാരൊക്കെ പോകുന്ന ആ കാലത്ത് വന്യരായ ചെറുശ്ശേരി ഉസ്താദും തൻ്റെ പിതാവായ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരോട് സമ്മതം ചോദിക്കുകയാണ്, ഞാനും ബാഖിയാത്തിലേക്ക് പോവട്ടെ എന്ന്. ആ കാലഘട്ടത്തിൽ തൻ്റെ പിതാവ് ശാരീരികമായി വളരെ അവശതയിലായിരുന്നു. ശാരീരികമായി രോഗാതുരമായ അവസ്ഥയിൽ വീട്ടിൽ കഴിയുന്ന സമയത്ത് ഒരേ ഒരു മകനാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. മോനോട് പറഞ്ഞു, മോനെ നീ ബാഖിയാത്തിലേക്ക് പോവേണ്ട, നിന്റെ കൂടെയുള്ളവരൊക്കെ ബാഖിയാത്തിലേക്ക് ബാഖവി ബിരുദമെടുക്കാൻ പോയാലും അവരൊക്കെ നിന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന്, അതായത് ഇൽമിന്റെ വഴിയിൽ നിന്റെ മാർഗം തേടി നിന്നിലേക്ക് അവർ വരുമെന്ന് മഹാനായ ചെറുശ്ശേരി ഉസ്താദിനോട് പിതാവ് ഒരു വാക്യം പോലെ, ഒരു പിൽക്കാലത്ത് സംഭവിക്കാനുള്ള ഒരു പ്രവചനം പോലെ പറഞ്ഞു കൊടുത്തു. അത് ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ ബിരുദധാരികളും ഫത്വ തേടി, ഇൽമു തേടി ചെറുശ്ശേരി ഉസ്താദിന്റെ മുമ്പിൽ വരാറുണ്ടായിരുന്നു. ഏതായാലും അന്ന് പിതാവ് പറഞ്ഞു, ഇനി ദർസ് നടത്താൻ പറഞ്ഞു, ദർസ് തുടങ്ങാൻ പറഞ്ഞു. കോടങ്ങാട്, കൊണ്ടോട്ടിയിലെ കോടങ്ങാട് പള്ളിയിലാണ് ചെറുശ്ശേരി ഉസ്താദ് ദർസ് തുടങ്ങുന്നത്. 20 വർഷം കൊണ്ടോട്ടിക്കടുത്ത് തന്നെയുള്ള കോടങ്ങാട് പള്ളിയിൽ ദർസ് നടത്തി. 20 വർഷത്തെ അവിടുത്തെ ദർസിന് ശേഷം 14 വർഷം വന്യരായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് ചമ്മാട് ദർസ് നടത്തി. ചമ്മാട് ദർസ് നടത്തിയ കാലത്താണ് വലിയ പണ്ഡിതനായിരുന്ന, ഇൽമിൽ അവഗാഹമുള്ള, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അതല്ലെങ്കിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കോടങ്ങാട് ദർസ് നടത്തുന്ന കാലത്ത് ചെറുശ്ശേരി ഉസ്താദിന് ഓക്കെ ഉസ്താദിന്റെ അടുക്കൽ പോയി കുറച്ച് ഇൽമ പഠിക്കണം, കുറച്ച് കിതാബുകൾ ഓതണം എന്ന് തോന്നിയപ്പോൾ തൽക്കാലം തൻ്റെ ദർസൊക്കെ നിർത്തിവെച്ച് മുദരിസായിരുന്ന ഉസ്താദ് വീണ്ടും ഓക്കെ ഉസ്താദിന്റെ ചാലയത്തുള്ള ദർസിൽ പോയി ചേരുകയാണ്. അങ്ങനെ അവിടെ മാസങ്ങളോളം പഠിച്ച് വീണ്ടും കുറെ കിതാബുകൾ പഠിച്ച് ഓക്കെ ഉസ്താദ് എന്ന ഉസ്താദുൽ അസാത്തീദ് എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് മഹത്തുക്കളുടെ ഗുരുവര്യരായ ഓക്കെ ഉസ്താദിന്റെ അടുക്കൽ പോയി തൻ്റെ ദർസിന് ചെറിയൊരു ബ്രേക്ക് ഇട്ടുകൊണ്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഓക്കെ ഉസ്താദിന്റെ ദർസിലും പഠിച്ച് വീണ്ടും കോടങ്ങാട് ദർസ് തുടരുകയാണ്. ചമ്മാട് വന്ന ശേഷമാണ് ചെറുശ്ശേരി ഉസ്താദ് സമസ്ത സംവിധാനങ്ങളുമായും അതിൻ്റെ ശില്പികളുമായും സമസ്തയുമായും ദാറുൽ ഹുദായുമായും വിശിഷ്യ ദാറുൽ ഹുദായുടെ ശില്പികളിൽ പ്രധാനിയായ ബാപ്പുട്ടി ഹാജിയുമായിട്ട് കടക്കുന്നത്. ബാപ്പുട്ടി ഹാജിയെ കുറിച്ച് ഇവിടെ അനുസ്മരിക്കപ്പെടും. സാധാരണക്കാരിലെ വലിയ എന്ന് മഹാന്മാര് പറഞ്ഞ മഹാനായ ബാപ്പുട്ടി ഹാജി, അതീവ സൂക്ഷ്മതയുടെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്ന ബാപ്പുട്ടി ഹാജി സമുദായത്തിന്റെ അവസ്ഥയിൽ സമുദായത്തിന്റെ ധാർമ്മികമായ പുരോഗതിയിൽ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിരന്തരമായിട്ട് ആലോചിക്കുകയും
അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ദാറുൽ ഹുദ എന്ന ആ ആശയം തന്നെ അതിൽ നിന്നാണ് ബീജാവാപം നടക്കുന്നത്. ഞാൻ അതിലേക്ക് പോവുകയല്ല. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ വന്യരായ ചെറുശ്ശേരി ഉസ്താദിന്റെ ചമ്മാട്ട ദർസ് വളരെ പ്രസിദ്ധമാവുകയും മാത്രമല്ല ചമ്മാട്ട പൗരപ്രമുഖനായിരുന്ന ബാപ്പുട്ടി ഹാജി എന്തു വിഷയങ്ങളിലും ഷെയ്ഖുനായോട് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരോട് നവ്വറല്ലാഹു മർഖദ ഉപദേശങ്ങൾ തേടുകയും ചെയ്യുമായിരുന്നു. ദാറുൽ ഹുദായുടെ ആരംഭഘട്ടത്തിൽ തന്നെ ഷെയ്ഖുന ദാറുൽ ഹുദായോട് അടുക്കുന്നത് ആ ബാപ്പുട്ടി ഹാജിയോടുള്ള ആ ആത്മബന്ധത്തെ തുടർന്നാണ്. ദാറുൽ ഹുദ എന്ന ആ ആശയം സമൂഹത്തിൽ പൊതുവെ സ്വീകാര്യമായിരുന്നില്ല. കാരണം പാരമ്പര്യമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു രീതിയുണ്ട്. ദാറുൽ ഹുദ എന്നും മാത്രമല്ല, ഏതൊരു പുതിയ ആശയങ്ങളും സംവിധാനങ്ങളും ഒക്കെ വരുമ്പോൾ ഒരുപാട് കാലം സംശയത്തോടെ അതിനെ വീക്ഷിക്കും, ഒരുപാട് കാലം അതിനെ ഒരുപാട് എതിർക്കും. അതൊക്കെ സ്വാഭാവികതയാണ്. ബാപ്പുട്ടി ഹാജിയും ദാറുൽ ഹുദ എന്ന സംവിധാനവുമായി ആശയവുമായി അതിൻ്റെ കർമ്മവീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആക്ഷേപങ്ങളും എതിർപ്പുകളും പരിഹാസങ്ങളും ഹാസ്യങ്ങളും ഒക്കെ ബാപ്പുട്ടി ഹാജിക്കും എതിരേൽക്കേണ്ടി വന്നിരുന്നു. ചമ്മാട്ട ശൂന്യമായ രണ്ടാൾ താഴ്ചയുള്ള മാനിപ്പാടമെന്ന് പറയുന്ന ഇന്ന് ദാറുൽ ഹുദ നിൽക്കുന്ന അന്ന് ഓട്ട് കമ്പനിക്ക് വേണ്ടി മണ്ണെടുത്ത വലിയ കുഴികളുള്ള ഭൂപ്രദേശമായിരുന്നു. മഴക്കാലത്ത് മുഴുവനും വെള്ളം ഉയർന്നു നിൽക്കുന്ന ആ പ്രദേശത്ത് ബാപ്പുട്ടി ഹാജി ദാറുൽ ഹുദ എന്ന സൗധം ആരംഭിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന കുഞ്ഞാപ്പു ഹാജിയും അതുപോലെ സൈദലവി ഹാജിയും കൂടെ നിൽക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കളും ഒക്കെ കൂടെ നിന്ന്, പാണക്കാട് സദാത്യങ്ങളും ഒക്കെ കൂടെ നിന്ന് ദാറുൽ ഹുദ എന്ന ആശയം അവിടെ ജനിക്കുമ്പോൾ അത് കർമ്മപദത്തിലേക്ക് വരുമ്പോൾ വലിയ പരിഹാസങ്ങൾ വരെ ബാപ്പുട്ടി ഹാജി കേൾക്കേണ്ടി വന്നു. സമന്വയ സംവിധാനങ്ങളെ എങ്ങനെയാണ് സമുദായം അഭിമുഖീകരിച്ചത് എന്ന് അന്നതിന് വേണ്ടി നിന്നിരുന്ന ഇന്നും നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്യരായ ബഹാഉദ്ദീൻ ഉസ്താദിന്റെ ഭാഷ്യങ്ങളിലൊക്കെ നാം പലപ്പോഴും കേട്ടതാണ്. ഞാൻ അതിലേക്ക് പോവുകയല്ല. മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദിന്റെ കേരളത്തിലുള്ള വൈജ്ഞാനിക പ്രസരണത്തിലേക്ക് മഹാനവറുകളുടെ ഏറ്റവും വലിയ സംഭാവനകളായിരുന്നു ദാറുൽ ഹുദ എന്ന ആ ആശയത്തിന്റെ കൂടെ ആരംഭഘട്ടം മുതൽ ഷെയ്ഖുന ഉണ്ടായിരുന്നു എന്നത്. ആദ്യകാലത്ത് ദാറുൽ ഹുദയിൽ ഒരു മുഫത്തിഷിന്റെ ചമ്മാട് ദർസ് നടത്തിയിരുന്ന കാലത്ത് ഒരു മുഫത്തിഷായി ദാറുൽ ഹുദയിലേക്ക് ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു. ബാപ്പുട്ടി ഹാജിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് 1994 ദാറുൽ ഹുദയിൽ വന്യരായ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് പൂർണ്ണമായും അവിടുത്തെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണ സമയവും ദാറുൽ ഹുദയിലേക്ക് എത്തുന്നത്. വൈജ്ഞാനിക ലോകത്ത് അതിന്റെ മുമ്പ് തന്നെ കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട മുഫ്തിയും കേരളത്തിലെ ഫത്വകൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ വ്യാപ്തിയും ആഴവും ഒക്കെ പറയുമ്പോൾ ഒരൊറ്റ സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചരിത്രത്തിലെ പല വിഷയങ്ങളിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമായൊരു പ്രതിഭാസമാണ്. ഇസ്ലാമിക ലോകത്ത് എവിടെയും നമുക്കത് കാണാൻ കഴിയും. അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം സമഞ്ജസമായി കൊണ്ടുപോകുന്ന ഒരു ആശയധാരയാണ് പരിശുദ്ധമായ ഇസ്ലാം. മദ്ഹബുകളുടെ രൂപീകരണങ്ങളിൽ വരെ അത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് പോവുകയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 70കളിലും 80കളിലും ഒക്കെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു പരിശുദ്ധമായ ഖുർആനിന്റെ പരിഭാഷ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇവിടെയുള്ള ബിദ്അഈ കക്ഷികൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഖുർആൻ പരിഭാഷ പുറത്തിറക്കി അത് വിതരണം ചെയ്ത് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ആശയങ്ങൾ ഖുർആൻ പരിഭാഷയിലൂടെ പ്രചരിപ്പിച്ചപ്പോ അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഉള്ള മഹാന്മാരായ മുഫസ്സിറുകൾ എങ്ങനെയാണോ, പൂർവ്വകാല മുഫസ്സിറുകൾ എങ്ങനെയാണോ ഖുർആനിനെ വിശദീകരിച്ചത്, ആ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആനിന്റെ മലയാളത്തിലുള്ള പരിഭാഷ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ, എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന പ്രമാദമായ ചർച്ചകൾ നടന്നപ്പോ, സമസ്ത മുശാവറയിൽ എത്രയോ മുശാവറ യോഗങ്ങളിൽ ആ ചർച്ചകൾ നടന്നപ്പോ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരടക്കം അത് അനുവദനീയമാണ്, ജായിസാണ് എന്ന ഭാഗത്തായിരുന്നു. അതിന്റെ മുമ്പിൽ നിന്നത് ഫത്ഹുർ റഹ്മാൻ ഫീ തഫ്സീരിൽ ഖുർആൻ എന്ന നമുക്കൊക്കെ അറിയുന്ന പരിശുദ്ധ ഖുർആനിന്റെ 5 വാള്യങ്ങളിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഉൾക്കൊള്ളുന്ന
ഖുർആൻ പരിഭാഷയും തഫ്സീറും ഇറക്കിയ വന്യരായ KV ഉസ്താദായിരുന്നു. KV ഉസ്താദ് ഈ പരിഭാഷയുമായി മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്തുണ്ടായിരുന്നത് സമസ്തയുടെ സെക്രട്ടറിയായിരുന്ന ശംസുലുലമയ്ക്ക് അബൂബക്കർ ഉസ്താദും മഹാനായ ശംസുലുലമയും അവിടുത്തെ സഹോദരൻ EK ഹസൻ മുസ്ലിയാരുമൊക്കെയായിരുന്നു. അങ്ങനെ മുശാവറയിൽ വരെ ഇത് വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചു. ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, രണ്ട് വിഭാഗം ആളുകളും പ്രസിഡന്റായ കണ്ണിയത്ത് ഉസ്താദിനെ നേരത്തെ കാണാൻ പലപ്പോഴും ശ്രമിക്കും. അവരുടെ വാദങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിൽ സമർത്ഥിക്കാൻ വേണ്ടി പലപ്പോഴും കണ്ണിയത്ത് രണ്ട് വിഭാഗത്തിനും മുഖം കൊടുക്കില്ല. അതൊക്കെ സമസ്തയുടെ മുശാവറയിൽ ഒരു സ്വാഭാവികതയായിരുന്നു. അപ്പോ ശൈഖുന ഉസ്താദ് തന്നെ പറയാറുണ്ട്, ഈ വിവാദങ്ങൾ ഇങ്ങനെ കത്തി നടക്കുമ്പോൾ KV ഉസ്താദ് നല്ല പ്രഭാഷകനാണ്, നല്ല അവതാരകനാണ്. ചെറുശ്ശേരി ഉസ്താദിനേക്കാൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സമർത്ഥനും പ്രഭാഷകനും നല്ല മലയാളത്തിന്റെ ഉടമയുമായിരുന്നു KV ഉസ്താദ്. അപ്പൊ മുശാവറയിൽ KV ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇതിന്റെ മസ്അലകളും ഇതിന്റെ ഇബാറത്തുകളും ഒക്കെ കൊണ്ടുവന്നിങ്ങനെ തന്റെ വാദം സമർത്ഥിക്കുമ്പോൾ ഒന്നേരായ ശംസുലുലമ പറയുമത്രേ, ഇതൊക്കെ ആ ചമ്മാട്ടെന്ന് പൊന്തി വരുന്ന കാര്യങ്ങളാണ് എന്ന്. അതായത് KV ഉസ്താദിന് ഇത് പറയിപ്പിക്കുന്നത് ചെറുശ്ശേരി ഉസ്താദാണ് എന്ന ആ പാണ്ഡിത്യ ലോകത്തെ സൂര്യ തേജസ്സായ ശംസുലുലമായുടെ അംഗീകാരങ്ങളൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ ചെറുശ്ശേരി ഉസ്താദിനെ തേടി വന്നിട്ടുണ്ട്. മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ ഇൽമിന്റെ ആഴവും മുത്താലയുടെ വ്യാപ്തിയുമൊക്കെ ഒരുപാട് പറയേണ്ടതാണ്, ഞാൻ അതിലേക്ക് പോവുകയല്ല. ഏതായാലും ദാറുൽ ഹുദ എന്ന ഒരുപക്ഷെ അതുവരെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പാരമ്പര്യമായ വിദ്യാഭ്യാസ സംവിധാനത്തിന് ആ പാരമ്പര്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തിന്റെ ഒന്നരായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റും നമ്മുടെ എല്ലാ സംവിധാനങ്ങളോടുമൊക്കെ പരിപൂർണമായി കൂടെ നിൽക്കുന്ന ഒന്നരായ തങ്ങളവറുകൾ എത്തിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരിന്തൽമണ്ണ ഹാദിയ ചാപ്റ്റർ നടത്തുന്ന നമ്മുടെ പൂർവ്വസൂരികളായ നേതൃത്വത്തെ അനുസ്മരിക്കുന്ന ഈ മഹത്തായ സദസ്സ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ വന്യരായ ഹമീദ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് എല്ലാ ബഹുമാനങ്ങളോടുകൂടെയും സാന്ദർഭികമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും നമ്മുടെ നേതൃനിരയിൽ ദീർഘകാലം ആ കുടുംബത്തിന്റെ പാരമ്പര്യവും എല്ലാം നിലനിർത്തി സമുദായത്തെ നേർവഴിയിലൂടെ ദീർഘകാലം നയിക്കാനുള്ള എല്ലാവിധ ആഫിയത്തും താക്കത്തും നൽകി അവർക്കും ആ കുടുംബത്തിനുമൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ മഹാനായ ഇൽമിന്റെ നിറകുടമായിരുന്ന ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്, അദ്ദേഹം ദാറുൽ ഹുദായുടെ കൂടെ നിന്നപ്പോൾ സമന്വയം എന്ന ദാറുൽ ഹുദ മുന്നോട്ട് വെച്ച വൈജ്ഞാനിക സമന്വയവും പാരമ്പര്യ സമന്വയവും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ സംവിധാനത്തിന്റെ കൂടെ ചെറുശ്ശേരി ഉസ്താദ് ദീർഘകാലം നിന്നു. 1994 മുതൽ തന്റെ വഫാത്ത് വരെ കൂടെ നിന്നു എന്നത് ദാറുൽ ഹുദാക്കുള്ള ആ സംവിധാനങ്ങൾക്കുള്ള, അതല്ലെങ്കിൽ ആ ആശയങ്ങൾക്കുള്ള പാരമ്പര്യ പാണ്ഡിത്യത്തിന്റെ ഒരു അംഗീകാരമായി നമ്മുടെ കേരളീയ സമൂഹം അതിനെ അംഗീകരിക്കുകയുണ്ടായി. ആ ഒരു വഴിയിൽ നമ്മൾ നിൽക്കുക എന്നതാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ ആശയത്തെയും ആദർശത്തെയും ഒക്കെ നമ്മൾ പറയുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ച ചെറുശ്ശേരി ഉസ്താദ് ഈ വഴിയിലൂടെ നമ്മുടെ വൈജ്ഞാനിക മേഖലക്കുണ്ടാകുന്ന നേട്ടങ്ങളെ ഓർത്തുകൊണ്ടാണ് ഇതിന്റെ കൂടെ നിന്നത്. വർത്തമാനകാലത്ത് നമ്മളിങ്ങനെ വിവാദങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഈ സമന്വയ സംവിധാനങ്ങളോടുള്ള സമീപനങ്ങളുടെ സംഘടനാവൽക്കരണവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും അനാവശ്യമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും നാം എല്ലാവരും ഒരുമിച്ച് പടുത്തുയർത്തിയ മഹത്തായ പ്രസ്ഥാനങ്ങളാണ് ഈ സമന്വയ സംവിധാനങ്ങളൊക്കെയുമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വൈജ്ഞാനിക മേഖലയിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ ചെറുശ്ശേരി ഉസ്താദ് ഇബാദത്തിലും ദിക്റിലുമൊക്കെ സദാ മുഴുകിയ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെറുശ്ശേരി ഉസ്താദ് മഹാന്മാരായ പണ്ഡിതന്മാരെ ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്, ആലിമിന് നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ് മരണം വരെ, അതല്ലെങ്കിൽ അവസാന സമയം വരെ ഇൽമിന്റെ വഴിയിലാവുക എന്നത്. വന്യരായ കാളമ്പാടി ഉസ്താദിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പട്ടിക്കാട് ജാമിഅയിൽ നിന്നാണ്. അതായത് വഫാത്താകുന്ന
അവസാന സമയം, ബോധമുള്ള സമയം വരെ ഇൽമിന്റെ അധ്യാപനത്തിന്റെ വഴിയിൽ അവർക്കൊരു റിട്ടയർമെന്റ് ഇല്ലാതെ കാളമ്പാടി ഉസ്താദ് അതുപോലെ നിന്നുവെങ്കിൽ വന്നിരായ ചെറുശ്ശേരി ഉസ്താദിനെ രോഗലക്ഷണങ്ങൾ കണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ദാറുൽ ഹുദയിൽ നിന്നാണ്. ആ സമയം വരെ ഇൽമിന്റെ വഴിയിൽ സേവനം ചെയ്യാൻ ഉസ്താദ് ഉണ്ടായിരുന്നു. വന്നിരായ ശൈഖുനായുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു റമളാനിൽ അവിടെ വീട്ടിൽ പോയി ഞാൻ സന്ദർശിച്ചപ്പോൾ പ്രായാധിക്യവും അതിനാലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉസ്താദിനോട് രസമായിട്ട് രസത്തിൽ ചോദിച്ചു, ഉസ്താദ് ഇനി ദാറുൽ ഹുദയിലേക്കൊന്നും പോകലുണ്ടാവില്ല അല്ലേ, ക്ഷീണമല്ലേ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ ശവ്വാൽ പിറക്കാൻ കാത്തിരിക്കുകയാണ്, ദാറുൽ ഹുദ തുറക്കാൻ കാത്തിരിക്കുകയാണ്, സബഖ് തുടങ്ങാൻ എന്ന്. അങ്ങനെ ഇൽമിന്റെ വഴിയിൽ അതുപോലെ ഇബാദത്തിന്റെ വഴിയിലൊക്കെ സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു വന്യരായ ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദാറുൽ ഹുദ എന്ന ആശയത്തിന്റെ കൂടെ നിന്ന, ദാറുൽ ഹുദാക്ക് അതിന്റെ വളർച്ചയിൽ വലിയ സാന്നിധ്യമായി നിന്ന വ്യക്തിയായിരുന്നു ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്. 2016 ഫെബ്രുവരി 18 വന്യരായ ശൈഖുന ലോകത്ത് നിന്ന് ഒരു മാസത്തോളം കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചികിത്സയിലായി പരിപൂർണമായ ബോധാവസ്ഥയിലല്ലാതെ കടന്ന സമയത്ത് അവിടെ ചികിത്സിച്ച ഒരു ഡോക്ടറെ പിന്നീട് കാണാൻ അവസരമുണ്ടായപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഏതെങ്കിലും ഒരു സമയത്ത് ബോധമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അല്പസമയം കോൺഷ്യസ് ആവുന്ന സമയമുണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെയും അവിടുത്തെ ചുണ്ട് ദിക്റിലായിരുന്നു എന്ന്. ശരീരം കൊണ്ട് എണീക്കാൻ കഴിയാതെ, ഒരു ഇബാദത്തിനും കഴിയാത്ത ചില സമയങ്ങളിൽ മനസ്സിലേക്ക് ചെറിയൊരു ബോധം വരുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ അദ്കാറുകളിലൂടെ സദാസമയവും കാറിലിരിക്കുകയാണെങ്കിലും ട്രെയിനിലിരിക്കുകയാണെങ്കിലും യാത്രയിലാണെങ്കിലും മജ്ലിസിലാണെങ്കിലും ഒക്കെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ദിക്റിലായിരുന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു വന്യരായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്. പരിമിതമായ സമയത്തിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല ചെറുശ്ശേരി ഉസ്താദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ 1937 മുതൽ 2016 വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ 20 വർഷത്തോളം നീണ്ടുനിന്ന സെക്രട്ടറിയായി 1996 മഹാനായ ശംസുൽ ഉലമ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അതിന്റെ ശേഷം 2016 വരെ 20 വർഷം ജനറൽ സെക്രട്ടറിയായി, 1980 മുതൽ മുശാവറ അംഗമായി, ഫത്വ കമ്മിറ്റിയിലെ ചെയർമാനും അതിന്റെ മുമ്പ് അംഗവും ഒക്കെയായി പ്രവർത്തിച്ച് കേരളത്തിന്റെ വൈജ്ഞാനിക മേഖലക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ സംഘാടനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കും കേരളത്തിൽ സമന്വയ വിദ്യാഭ്യാസമെന്ന ആ ഒരു സംവിധാനത്തെ ജനകീയമാക്കുന്നതിലും പൊതുസമൂഹത്തിന്റെ അംഗീകാരവും ബഹുമാനവും ഒക്കെ അതിന് നേടിയെടുക്കുന്നതിൽ ദാറുൽ ഹുദായുടെ കൂടെ നിന്നുമൊക്കെ നേതൃപരമായി നമ്മെ അനുഗ്രഹിച്ച മഹത്തായ ഒരു സാന്നിധ്യമായിരുന്നു വന്യരായ ശൈഖുന ഉസ്താദ്. ഓരോ മനുഷ്യന്റെയും ജീവിതകാലത്ത് അവർക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഇൽമിനെ കണ്ട വ്യക്തിയായിരുന്നു മഹാനവറുകൾ. ആ ഇൽമ് പഠിപ്പിക്കുക, ഇൽമിൽ സേവനം ചെയ്യുക, ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ ജീവിത സബര്യ എന്ന് നമ്മയൊക്കെ നിരന്തരമായിട്ട് ഉപദേശിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു വന്യരായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്. ആ മഹാനുഭാവന്റെ ഓർമ്മകളും ചരിത്രങ്ങളുമൊക്കെ നമ്മുടെ ഭാവി കാലത്തേക്കുള്ള ചലനത്തിന്റെ ഊർജമായിരിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ സാന്ദർഭികമായി വസയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടി സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. ഇൻഷാ അള്ളാഹ് അവരൊക്കെ നമുക്ക് ഇതൊരു ആമുഖം പറയുന്നത് നമ്മുടെ മനസ്സിൽ അവരോടുള്ള പഠനങ്ങളും അവരെക്കുറിച്ചുള്ള ആലോചനകളും ഒക്കെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.